കഴിഞ്ഞ ദിവസം ഞാനും ഭാര്യയും കൂടെ എൻ്റെ നാട്ടിൽ പോയി, വീട്ടിൽ പോയി. അച്ഛനെ കാണാൻ വേണ്ടി പോയി. അപ്പോൾ അച്ഛനെ കണ്ടിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് എൻ്റെ നമ്മുടെ ഒരു സുഹൃത്ത്, നമ്മുടെ സ്കൂൾ, കോളേജ് സമയത്തുള്ള സുഹൃത്തുണ്ട്. അവൻ്റെ ഷോപ്പിലൊന്ന് കയറി. ആ കട കുറച്ച് നൊസ്റ്റാൾജിക്കാണ്. കാരണം മുമ്പേ നമുക്ക് ഈ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, വാട്സപ്പൊക്കെ ഉള്ളതിന് മുമ്പ് അവനായിരുന്നു എല്ലാം. ആ നാട്ടിലുള്ള നമുക്ക് അറിയേണ്ട എല്ലാ ആൾക്കാരെക്കുറിച്ചും എന്ത് ചോദിച്ചാലും അവനതറിയാം. അവനത് അറിയുമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് പ്രത്യേക താല്പര്യമുള്ള ചില ആൾക്കാരുണ്ടാവും. അവരെക്കുറിച്ച് ചോദിക്കുന്ന സമയത്ത് അവരുടെ അപ്ഡേറ്റ്സ് എല്ലാം എന്തൊക്കെയാണോ വേണ്ടുന്ന അപ്ഡേറ്റ്സ് അത് മുഴുവൻ കൃത്യമായിട്ട് പറഞ്ഞു തരുന്ന ആളുണ്ടായിരുന്നു. അങ്ങനെ ഇങ്ങനെ ചർച്ച ചെയ്ത് പോയ സമയത്തേക്ക് നമുക്ക് അവിടെ ഉത്സവമൊക്കെ വരുവാണ്. നമ്മളവിടെ സ്ഥിരമായിട്ട് ആ അമ്പലത്തിൽ വളരെ പ്രധാനപ്പെട്ട ഹാരമൊക്കെ ചെയ്തു കൊടുക്കുക ഒരു ഫാമിലിയുണ്ട്. അപ്പോൾ ആ ഫാമിലിയുടെ പലരും പല പല ഘട്ടത്തിൽ മരണപ്പെട്ടു പോയൊരു കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതെനിക്ക് ഈ ഒരു ഹാരത്തിൻ്റെ ഓർമ്മ മനസ്സിലുണ്ട്. ഞാൻ ഐ വാസ് ഡ്രൈവിംഗ് ബാക്ക് എൻ്റെ മനസ്സിലേക്ക് ആ അപ്പൂപ്പൻ്റെ ഒരു മുഖം ഓർമ്മ വന്നു. പുള്ളി വളരെ വേഗത്തിലാണ് ഈ ഹാരം തയ്യാറാക്കുന്നത്. നമുക്കതൊരു മെഷീൻ ഉണ്ടാക്കുന്നില്ല, വളരെ സ്പീഡിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ എത്രയോ ആൾക്കാർ, ഇത്ര സ്കിൽഡായ കുറേ ആൾക്കാർ കാര്യം കൊണ്ടുവന്നുണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ ചിന്തിച്ചു എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എൻ്റെ ഓർമ്മ പോയത് മുമ്പ് സത്കോലിൽ വെച്ചിട്ട് ഹിമാലയൻ റൈറ്ററിംഗ് റിട്രീറ്റിൽ ഞാൻ ബിസിനസ് സ്റ്റോറി ടെല്ലിംഗ് പഠിക്കാൻ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരോടായിട്ടിരുന്ന സമയത്ത് പൂനെയിൽ നിന്നുള്ള സഞ്ജേതി ഹോസ്പിറ്റലിൻ്റെ ബോർഡ് ഡയറക്ടറോടായിട്ടുള്ള ഗുരുപാൽ എന്ന് പറയുന്ന ഒരു ഫ്രണ്ടുണ്ട്. പുള്ളിക്കാരി പറഞ്ഞൊരു കാര്യമാണ്. സഞ്ജേതി ഹോസ്പിറ്റൽ ഇന്ന് പൂനെയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഹോസ്പിറ്റലാണ്. അപ്പോൾ അതിൻ്റെ അദ്ദേഹത്തിൻ്റെ ഫൗണ്ടർ നീ റീപ്ലേസ്മെൻറ്റ് സർജറിയുടെയൊക്കെ എക്സ്ട്രീം ഒരുപാട്, എനിക്ക് തോന്നുന്നു ഒരു പത്മവിഭൂഷൺ അല്ലെങ്കിൽ പത്മ അവാർഡൊക്കെ കിട്ടിയ ആളാണ്. അത്രയും ഫേമസ് ആയ ഒരാളാണ്. അദ്ദേഹത്തിന് ആ രീതിയിലാക്കി അല്ലെങ്കിൽ ആ ലെവലിലേക്ക് എത്തിച്ച ഒരു ഈ ഹാരം പൂ ഉണ്ടാക്കുന്ന, അല്ലെന്നുണ്ടെങ്കിൽ ഹാരം ഉണ്ടാക്കുന്ന ഒരു ആളുടെ കാര്യം പുള്ളിക്കാരി പറഞ്ഞു. ഈ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് ഈ ഹാരമൊക്കെ കെട്ടുന്ന ഒരാളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫൗണ്ടർ പുള്ളിക്കാരൻ എല്ലാ ദിവസവും കിട്ടുന്ന സമയം മുഴുവൻ എപ്പോഴൊക്കെ സമയം കിട്ടും അപ്പോഴെല്ലാം പോയിട്ട് ഈ ഹാരം ഉണ്ടാക്കുന്ന ആൾ വളരെ ശ്രദ്ധാപൂർവ്വം ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുക. എന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പൂവിൻ്റെ ആ ഒരു തണ്ട് വളരെ ഡെലിക്കേറ്റ് ആണ്, നമുക്കറിയാം. അത് നമുക്ക് ഒരുപാട് നമ്മൾ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോവും. എന്നാൽ ലൂസ് ആക്കുകയാണെന്നാൽ അത് നമ്മുടെ ഹാരത്തിൽ നിന്ന് പൂ ഉതിർന്ന് താഴെ പോവുകയും ചെയ്യും. ഇത് രണ്ടും അല്ലാത്ത അവസ്ഥയിൽ അത് കെട്ടണം. അത് വളരെ ഫാസ്റ്റായിട്ട് ചെയ്യണം, വളരെ പ്രിസൈസായിട്ട് ചെയ്യണം, ഇത്ര എണ്ണം ഒരേപോലെ ചെയ്യണം. ആ ഒരു ഒബ്സർവേഷൻ അദ്ദേഹം ചെയ്തത് എന്തിനു വേണ്ടി ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹം ചെയ്ത സർജറിയിൽ ഏറ്റവും കുറവ് സ്കാറുകൾ ഉണ്ടാവാൻ, കുറച്ച് തുന്നൽപ്പാടുകൾ ഉണ്ടാവാൻ, അത് എത്രയും പെട്ടെന്ന് ഭേദമാവാൻ, മുറിവ് ഏറ്റവും ചെറുതാക്കാൻ, ഇതിനെല്ലാം വേണ്ടിയിട്ട് പുള്ളി ഉപയോഗിച്ചു എന്നാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു സാധാരണ ഹാരം ഉണ്ടാക്കുന്ന ഒരാൾ, ലോക പ്രശസ്തനായ, അല്ലെന്നുണ്ടെങ്കിൽ ഭാരതം മുഴുവൻ അറിയപ്പെട്ട ഏറ്റവും പ്രശസ്തനായ ഒരു സർജൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്കില്ലിനെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യിപ്പിക്കാൻ, ഒന്ന് ഉത്തേജിപ്പിക്കാൻ, ഒന്ന് ഇൻസ്പയർ ചെയ്യാനായിട്ടുണ്ടെന്നുള്ളതാണ്. നമ്മൾ ഓരോരുത്തരും പല കാര്യങ്ങൾക്കാണ് ജീവിക്കുന്നത്. ഓരോ ബിസിനസ് എന്ന് പറയുന്നവരുണ്ട്, പ്രൊഫഷണൽസ് ഉണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, എല്ലാവർക്കും ദേ ആർ ഡൂയിങ് ദെയർ ഓൺ ജോബ്സ്. ഒരൊറ്റ കാര്യം നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, ഓരോ ദിവസവും നമ്മുടെ എന്തെങ്കിലും ഒരു കാര്യം മറ്റേതെങ്കിലും ഒരാളുടെ ജീവിതത്തിൽ അവരുടെ ലൈഫിനെ ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾക്ക് ജീവിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് ചിന്തിക്കുക. നമ്മൾ മറ്റാരെങ്കിലും ഒബ്സർവ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിലേക്ക് എന്ത് എക്സ്ട്രാ കാര്യം നമ്മൾ കൊടുക്കാൻ കഴിയും. ഞാൻ അങ്ങനെ തീരുമാനിച്ചു, ഐ ഹാവ് സ്റ്റാർട്ടഡ് ലിവിങ് മൈ സ്റ്റോറി എവ്രി ഡേ സോ ദാറ്റ് അതേഴ്സ് ക്യാൻ ഗെറ്റ് ഇൻസ്പയർഡ് ഫ്രം മീ. എൻ്റെ വാക്കുകൾ, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ, എൻ്റെ വാല്യൂസ്, ഇതിനകത്തെല്ലാം ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങിയ സമയത്ത് ഐ ഹാവ് സ്റ്റാർട്ടഡ് ലിവിങ് മൈ സ്റ്റോറി. അപ്പോൾ ഓരോ ദിവസവും എനിക്ക് കഥകൾ കണ്ടെത്താൻ പറ്റുന്നുണ്ട്, ഓരോ ദിവസവും കഥകൾ പറയാൻ പറ്റുന്നുണ്ട്, ഒരുപാട് ആൾക്കാരെ ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ട്, ഒരുപാട് ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഒരുപാട് ആൾക്കാരുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. ഒരാളുടെ ജീവിതത്തിൽ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും മനോഹരമായ കാര്യം. അത് വളരെ സന്തോഷത്തോടെയും ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത്, നമ്മൾക്ക് എത്ര പേർക്ക് മറ്റൊരാളുടെ ജീവിതത്തിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ വരുത്താൻ കഴിയുന്നുണ്ട്? ആരോ ഒരാൾ നിങ്ങൾ ഓരോരുത്തരെയും ഒബ്സർവ് ചെയ്യുകയാണെന്ന പൂർണ്ണ ബോധ്യത്തോടെ ഓരോ കാര്യം ചെയ്യാൻ ശ്രമിക്കുക. അവർ ഒബ്സർവ് ചെയ്യുന്നത് ഒരു മാറ്റത്തിന് വേണ്ടിയാണെന്നുള്ളൊരു ബോധ്യം ഉണ്ടാവുക. അങ്ങനെയാകുമ്പോൾ നമ്മുടെ എല്ലാം ലൈഫ് ബ്യൂട്ടിഫുള്ളായി മാറും. നമ്മുടെ മാത്രമല്ല, മറ്റൊരുപാട് പേരുടെ.